ഹലോ എവ്രി വൺ, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്നാലും സ്റ്റിൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ ബേസിക്കലി നാളെ നിങ്ങൾക്ക് +2ൻ്റെ മാത്സിൻ്റെ എക്സാമാണ്. സോ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഫോർമുലാസ് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്ത് ആൻസേഴ്സ് ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾ റെഫർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷനിൽ നമുക്ക് മെയിനായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു റിലേഷൻ നമുക്ക് തന്നു അല്ലെങ്കിൽ ഒരു സെറ്റ് നമുക്ക് തന്നു, അത് റിഫ്ലെക്സീവ് ആണോ, അത് സിമെട്രിക് ആണോ, അത് ട്രാൻസിറ്റീവ് ആണോ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിലെ എല്ലാ എലമെൻസും ഇപ്പോൾ 1 2 3 അതെല്ലാ എലമെൻസും എന്ത് തന്നെ വേണം, അതിൻ്റെ തന്നെ ഒരു പെയറും കൂടെ നമുക്ക് വേണം. അതായത് 1 1 2 2 3 3 ഈ 3 സാധനങ്ങൾ ഏതൊക്കെ ഒരു സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഈ തരത്തിലുള്ള ഓർഡേർഡ് പെയേഴ്സ്. ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് ഒരു സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നതും ആ ഒരു സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റിഫ്ലെക്സീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലിപ്പോൾ ഞാൻ A1 A2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റാം, A, B എന്നുള്ള രീതിയിലാക്കാം. സോ ഒരു എയും ബിയും ഉണ്ടെങ്കിൽ ബിയും എയും അതേ സെറ്റിൽ തന്നെ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഒരു സെറ്റിൽ 1, 2 ഉണ്ടെങ്കിൽ 2, 1ഉം അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക് ആണെന്ന് പറയും. ഇനി ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കിയേ, A, B ഉണ്ട്, B, C ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് പകരമാണ് പറയണത് ഈ A2 A3 പകരം നിങ്ങൾക്ക് A, B, എന്ന് എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ഉണ്ടാവണം, A, C അതിലെ ഒരു എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളതിനെ എന്തെന്ന് പറയുക, അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ 1, 2 ഒരു സെറ്റിലെ എലമെൻ്റാണ്. അതുപോലെ തന്നെ 2, 3യും ആ ഒരു സെറ്റിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1, 3 ആ ഒരു സെറ്റിലെ എലമെൻ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. ഇനി നോക്കിയേ, ഇത് മൂന്നുമാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് നമുക്ക് തന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് തന്നത് റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, ഈ 3 സാധനങ്ങളും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഇക്വിവാലൻസ് റിലേഷൻ. എക്സാമ്പിൾ ഒരു പ്രോബ്ലം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് റെഫർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, സിമെട്രിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതും ഇത്തരത്തിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്, സെറ്റ് ബിൽഡർ ഫോമാണ്. ഇങ്ങനെ തരുന്നതാണ് റോസ്റ്റർ ഫോം കേട്ടോ. 1 2 3 ഡിജിറ്റ്സ് ആയിട്ട് തരുന്ന റോസ്റ്റർ ഫോമും അല്ലാതെ തരുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. സോ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ തരുമ്പോൾ ആദ്യം തന്നെ സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആ ഒരു റിലേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഇനി ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷൻ 1 1 ആണ് എന്നുള്ളതും ഓൺ ടു അല്ല എന്നുള്ളതും പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ എല്ലാം എന്തായാലും നമ്മുടെ എക്സാമിന് വരുന്നതായിരിക്കും. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 1 1 ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ x1 = x2 കൊടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, x1 = x2 എന്നുള്ള രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൺ ടു കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ f(x)ന് പകരം y = എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷൻ എഴുതുക. ആൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ വരുന്നത്. സോ ഞാനെല്ലാം ജസ്റ്റ് ഇത്തരത്തിൽ ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ പോസിബിൾ അല്ല. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആയത് കാരണമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. പിന്നെ അതാ നമുക്ക് കാണാനുള്ളതാണ് G കോമ്പോസിഷൻ ഓഫ് എഫും F കോമ്പോസിഷൻ ഓഫ് ജിയും. അത് ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എക്സാമിന് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാട്രിസസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഏതൊക്കെ തരത്തിലുള്ള മാട്രിസസ് ഉണ്ടെന്ന് നോക്കാം. കോളം മാട്രിക്സ്, റോ മാട്രിക്സ്, സ്ക്വയർ മാട്രിക്സ്, അതുപോലെ തന്നെ ഇനിയും ഉണ്ട് നമുക്ക് സ്കേലാർ മാട്രിക്സ് ഉണ്ട്, അതുപോലെ ഡയഗണൽ മാട്രിക്സ് ഉണ്ട്, ഐഡൻറ്റിറ്റി മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാട്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എക്സാമിന് നോക്കിയാൽ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ എഴുതാനും എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും ഓരോ
ഇങ്ങനത്തെ കൊടുത്തിട്ടുള്ളതിൽ ഓരോ എലമെൻറ്റ്സ് ഏതാണെന്നുള്ളത് എടുത്ത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർഡർ നമുക്ക് എങ്ങനെയാണ്, റോൻ്റെ എണ്ണം, കോളത്തിൻ്റെ എണ്ണം. 3 റോ ഉണ്ട്, 4 കോളം ഉണ്ട്. സോ 3/4, 3 × 4 എന്നാണ് എഴുതുക, പക്ഷേ പറയുന്നത് 3/4 എന്നാണ്. അതാണ് നമ്മുടെ ഓർഡർ. അത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത്തരത്തിൽ ഒരു 2/2 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ഫോർമുല പോലെ നമുക്ക് തന്നിട്ടുണ്ടാവും. AIJ = I/J. അത് വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ എന്ത് കണ്ടുപിടിക്കണം, മാട്രിക്സ് ഫോം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇക്വാലിറ്റി കണ്ടുപിടിക്കാനുള്ളതുണ്ടാവും. അതായത് ഈ ഒരു മാട്രിക്സിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും എക്സിൻ്റെ, വൈൻ്റെ, ഇസഡിൻ്റെ, എയുടെ, ബിയുടെ, സിയുടെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇത് വളരെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ടാവുക. സോ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. സോ ട്രിഗ്നോമെട്രി വെച്ച് നമുക്കറിയാം cos²x sin²x കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ഇതേപോലെ ഇതാ കണ്ടോ, A എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നു, B എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നു. അതിൽ നിന്ന് നമ്മൾ 2A - B കണ്ടുപിടിക്കാനായിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 × A ചെയ്യണം. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു സ്കേലാർ വെച്ച് നമ്മൾ ഹോൾ ഒരു മാട്രിക്സിനെ ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു ആൻസർ കിട്ടി. അതിൽ നിന്ന് നമ്മൾ B മൈനസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഇതാണ് നമ്മുടെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്തായാലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതിനുശേഷം സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. ഈ രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മാട്രിസസിൻ്റെ ചെയ്യുക. ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ജസ്റ്റ് റോയും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്പോസ് കിട്ടും. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മാട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫോർമുലാസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഒരു 2/2 മാട്രിക്സ് വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 3/3 മാട്രിക്സ് വരുന്ന സമയത്ത് ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. അടുത്ത മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഈ ഒരു 4th ചാപ്റ്ററിൽ വരുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഇത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇതും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മളോട് ഇത്തരത്തിൽ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറയും. നിങ്ങൾക്കൊരു മാട്രിക്സ് തന്നിട്ട് അതിൻ്റെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അഡ്ജോയിൻറ്റ് A ബൈ ഡിറ്റർമിനൻറ്റ് A ആണ് കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ആ ഒരു A ഇൻവേഴ്സ് നമ്മളൊരു 3/3 മെട്രിക്സിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതേ രീതിയിൽ മാട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. AX = B ഫോർമാറ്റിൽ എഴുതുക. X = A ഇൻവേഴ്സ് B ആണ് നമ്മുടെ ഫോർമുല. അതനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആൻസർ കിട്ടും. അടുത്തത് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിന്ന് എത്ര വേണമെങ്കിലും വെയിറ്റേജിന് നമുക്ക് എത്ര മാർക്സിന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതാ കണ്ടോ, സിമ്പിളായിട്ട് കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്, ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. സോ അതെന്തായാലും നോക്കാം. അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ മെയിൻലി ഞാനിവിടെ കൊടുക്കുന്ന ഇത്രയും ഫോർമുലാസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ്സ് ഇത്രയെങ്കിലും അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് വെച്ച് സിമ്പിളായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡിഫറൻഷ്യബിലിറ്റിയുടെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇനി കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. സോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഒത്തിരി അധികം ക്വസ്റ്റ്യൻസസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു തരത്തിലായിരിക്കും തരുന്നുണ്ടാവുക. അതിന് നമ്മൾ y ഈക്വൽ ടു ആക്കി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സിന് റെസ്പെക്റ്റീവായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. 2 മെത്തേഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണോ അതനുസരിച്ച് ചെയ്ത് നോക്കാം. ഈ ഫോർമുലാസും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ ഇൻ പാരാമെട്രിക് ഫോം നോക്കാം. അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഇത് വെച്ച് ചെയ്യുമ്പോഴേക്കും ഇത്തരത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. സോ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എക്സ്പൊണൻഷ്യലും ലോഗ് ഫംഗ്ഷൻ്റെയും ഡിഫറൻസിയേഷൻ വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമുലാസ് ഇതൊക്കെയാണ് കേട്ടോ. ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. അതും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഓൾറെഡി ഡെറിവേറ്റീവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി എഗെയിൻ ഡെറിവേറ്റീവ് ചെയ്യുക. അതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇന്നത് പഠിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാനില്ല. കാരണം കംപ്ലീറ്റ് ഫോർമുലാസ് ആണ്. നിങ്ങൾക്ക് ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാം. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ഫോർമുലാസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഇത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ കാണുന്ന കുറച്ച് റിസൾട്ടുകൾ നമുക്ക് ചില സമയത്ത് ആവശ്യം വരും. സോ ഇങ്ങനെയുള്ള കുറച്ച് റിസൾട്ടുകളും കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കാം. സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഡു യുവർ ബെസ്റ്റ്. ബൈ ബൈ.